നമസ്കാരം. ഞാനിന്നുള്ളത് ഗോവയിലെ ഓൾഡ് ഗോവയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു യുനെസ്കോ ലോക പൈതൃക കേന്ദ്രം കൂടിയായ ക്രൈസ്തവ ദേവാലയമായ ബോം ജീസസ് ബസലിക്കയിലാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണയായി ബസലിക്കകളിൽ എന്തെങ്കിലും ഒരു തിരുശേഷിപ്പുകൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ബോം ജീസസ് ബസലിക്കയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഉണ്ണി യേശു എന്നാണ് ബോം ജീസസ് എന്ന വാക്കിനർത്ഥം. ഇന്ത്യയിലെ തന്നെ ആദ്യകാല ബസലിക്കകളിൽ ഒന്നാണ് ബോം ജീസസ് ബസലിക്ക. കൂടാതെ തന്നെ ഇന്ത്യയിലെ ബറോക്ക് വാസ്തുശൈലിയുടെ ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ ദേവാലയം. 1594 ഈ ബസലിക്കയുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത്. 1605 ഈ ബസലിക്കയുടെ പണികളൊക്കെ പൂർത്തിയായി. ബോം ജീസസ് ബസലിക്ക ഏറ്റവും പ്രശസ്തമാവുന്നത് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിൻ്റെ ഭൗതിക ശരീരം സൂക്ഷിച്ചിരിക്കുന്ന ദേവാലയം എന്ന നിലയിലാണ്. 1552 ഡിസംബർ 3 ഫ്രാൻസിസ് സേവിയർ മരിക്കുന്നത്. അതിനുശേഷം ചൈനയിലാണ് അദ്ദേഹത്തെ ആദ്യമായി സംസ്കരിച്ചത്. പിന്നീട് മൃതദേഹം പോർച്ചുഗീസിലെ മലാക്കയിലേക്ക് തിരിച്ചു കൊണ്ടുപോയി സംസ്കരിച്ചു. ഒടുവിൽ അതേ വർഷം ഡിസംബറിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങളൊക്കെ ഗോവയിലേക്ക് തിരിച്ചയച്ചു. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സമയം അത്രയും അദ്ദേഹത്തിൻ്റെ ശരീരം ആദ്യം അടക്കം ചെയ്ത ദിവസം പോലെ തന്നെ യാതൊരു കേടുപാടുകളും ഇല്ലാതെ നിന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇന്നും ആ ശരീരം കാര്യമായ കേടുപാടുകളൊന്നും ഇല്ലാതെ തന്നെ ഇരിക്കുന്നു. ഒരു വെള്ളി പേടകത്തിലാണ് ഇന്നും ആ ശരീരം സൂക്ഷിച്ചിരിക്കുന്നത്. ഓരോ 10 വർഷത്തിനും ഫ്രാൻസിസ് സേവിയറിൻ്റെ ചരമവാർഷികം ഉണ്ടല്ലോ, അതിൽ അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകൾ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കും. ഇന്നും അധികം കേടുപാടുകളില്ലാതെ തന്നെ ഭൗതിക ശരീരം നിലനിൽക്കുന്നുണ്ട്. അവസാനമായി 2016 പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ചത്. ഇനി 10 വർഷത്തിന് ശേഷം 2026 പ്രദർശിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗോവയിൽ ഏറ്റവും അധികം സഞ്ചാരികൾ പോകുന്ന ഒരു സ്ഥലങ്ങളിലൊന്നായി ഈ ബസലിക്ക മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പുരാതനമായ ഒരു സ്മാരകമായതുകൊണ്ടാണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചത്. പറഞ്ഞിരുന്നു, ഇന്ത്യയിലെ ബറോക്ക് പോർച്ചുഗീസ് വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഒരു സൃഷ്ടി തന്നെയാണ് ഈ ബസലിക്ക. മാർബിൾ കല്ലുകളാണ് ദേവാലയത്തിൻ്റെ ഫ്ലോറിലൊക്കെ പാകിയിരിക്കുന്നത്. വളരെ മനോഹരമായി രൂപകൽപ്പന ചെയ്ത ആൾത്താരയൊക്കെയാണ് ഈ ബസലിക്കയുടെ പ്രത്യേകത. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഉള്ളിൽ, എന്നാലും ചെറിയ രീതിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഉള്ളിലൊക്കെ ക്യാമറയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ്. ഉള്ളിൽ ഒരുപാട് ആർട്ട് ഗാലറികളും ചുവർ ചിത്രങ്ങളും ഒക്കെയുള്ള ഒരു ബസലിക്കയാണ്. ഈ ബോം ജീസസ് ബസലിക്ക മാത്രമല്ല, ഒട്ടേറെ പുരാതന പള്ളികളും ഗോവയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കിഴക്കിൻ്റെ റോം എന്നാണ് ഗോവയെ പറയാറ് തന്നെ. കലാപരമായ കാര്യങ്ങളിൽ താല്പര്യമുള്ള സഞ്ചാരികൾക്ക് ബോം ജീസസ് ബസലിക്ക ഒരു അനുഗ്രഹമാണ്. ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.